ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ ചില വാചകങ്ങൾക്ക് ശേഷം ചെറിയ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാറുണ്ട്. ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആവും. ഞാനൊരു സിറ്റുവേഷൻ പറയാം. നമ്മൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാവുന്ന ഒരു വ്യക്തി അതിലെ പാസ് ചെയ്യാണ്. ക്ലിയർ ആയിട്ട് കണ്ടില്ല, പക്ഷെ ഏകദേശ രൂപം കൊണ്ട് അത് ആരാണെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ എങ്ങനെയാ പറയാം? അത് രാഹുൽ അല്ലേ? അപ്പൊ പറയുന്ന ആൾക്കറിയാം അത് രാഹുലാണ്. എന്നാലും കേൾക്കുന്ന ആളോട് അത് ശരിയല്ലേ എന്ന രീതിയിൽ നമ്മൾ ചോദിക്കും, അത് രാഹുൽ അല്ലേ? അല്ലേ? ഇത്തരത്തിലുള്ള ചെറിയ ചോദ്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പതിവ് പോലെ സെന്റൻസിലൂടെ പഠിക്കാം. ആദ്യത്തെ സെന്റൻസ് നോക്കിയേ. ഇന്ന് അവധിയാണ്. നമുക്കറിയാം ഇന്ന് അവധിയാണ്. എന്നിരുന്നാൽ പോലും അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കും, അല്ലേ? ഇന്ന് അവധിയാണ്, അല്ലേ? ഇത്തരത്തിലുള്ള ചോദ്യം, ഈ ചെറിയ ചോദ്യം എങ്ങനെ എഴുതാം എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇന്ന് അവധിയാണ് എങ്ങനെ എഴുതും? നമുക്ക് എല്ലാവർക്കും അറിയാലേ. ടുഡേ ഈസ് എ ഹോളിഡേ. ടുഡേ ഈസ് എ ഹോളിഡേ. ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ എഴുതുന്നത്. ഈ ചെറിയൊരു ക്വസ്റ്റ്യൻ നമ്മൾ എഴുതുന്നത് ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ്. നമുക്ക് അധികം ഒന്നും വേണ്ട. നോക്കിയേ, ഇവിടെ ഒരു ഈസ് ഉണ്ട്. ആ ഈസ് തന്നെ ധാരാളം. ആദ്യം നമ്മൾ ഈസ് എഴുതുന്നു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കണം. മാത്സിൽ മാത്രമല്ല, ഇംഗ്ലീഷിലും നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഉണ്ടല്ലേ. എങ്ങനെ നോക്കാം? തന്നിരിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന സെന്റൻസിൽ നോ അല്ലെങ്കിൽ നോട്ട് ചേർന്ന് വരികയാണെങ്കിൽ അതിനെ നമുക്ക് നെഗറ്റീവ് സെന്റൻസ് എന്ന് പറയാം. ഇവിടെ അത്തരത്തിലൊരു നോയോ നോട്ടോ അല്ലെങ്കിൽ അത്തരത്തിലൊരു മീനിങ് തരുന്ന വേർഡ്സോ ഇല്ല. അപ്പോൾ നമുക്ക് ആൻസറിൽ നോട്ട് ചേർക്കണം. ഈസ് നോട്ട് എന്ന് പറഞ്ഞാൽ ഈസെന്റ്. ഇനി ആരെക്കുറിച്ചാണോ റെഫറൻസ് ഉള്ളത് അത് തന്നെ നമ്മൾ ഇവിടെ എഴുതണം. എന്നാൽ നേരിട്ട് ആ നൗൺ എഴുതണ്ട, ആ പേര് എഴുതണ്ട. പകരം നമുക്കൊരു പ്രോനൗൺ എഴുതാം അല്ലേ. ടുഡേ എന്നതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇറ്റ് എന്നാണ്. Isn't it? Today is a holiday. Isn't it? ഇന്ന് അവധിയാണ്, അല്ലേ? ആ അല്ലേയാണ് isn't it. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മനസ്സിലായാല് ഇനി പറയുന്ന സെന്റൻസുകളെല്ലാം തന്നെ ഈസിയാണ്. ആദ്യം നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സെന്റൻസ് പറഞ്ഞു. ഇതേ സെന്റൻസ് തന്നെ നമുക്ക് നെഗറ്റീവ് ആക്കി നോക്കാം. സെന്റൻസ് നോക്കിയേ. ടുഡേ ഇസ് നോട്ട് എ ഹോളിഡേ. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നെഗറ്റീവ് ആക്കിയെന്ന് മാത്രം. ടുഡേ ഇസ് നോട്ട് എ ഹോളിഡേ. അപ്പോ ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ ഈസ് എഴുതാം. സെന്റൻസിൽ നോട്ട് ഉള്ളത് കൊണ്ട് പിന്നെ വീണ്ടും ക്വസ്റ്റ്യന്റെ കൂടെ നോട്ട് ചേർക്കണ്ട. ടുഡേ എന്നതിന് പകരം ഇറ്റ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായി? ഈസ് ഇറ്റ്? ടുഡേ ഇസ് നോട്ട് എ ഹോളിഡേ. ഈസ് ഇറ്റ്? കൂടുതൽ സെന്റൻസസ് നോക്കാം. അടുത്ത സെന്റൻസ് നോക്കിയേ. അവൻ ധൈര്യശാലിയാണ്. നമ്മൾ ഒരാളെ നോക്കിയിട്ട് പറയാണ്, ഓ അവൻ ധൈര്യശാലിയാണ്, അല്ലേ? ആ കാര്യം ഒന്ന് സ്ട്രെസ് ചെയ്യണം അല്ലേ. അവൻ ധൈര്യശാലിയാണ്, അങ്ങനെ തന്നെ അല്ലേ? ഹി ഈസ് ബ്രേവ്. ഇനി ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനായിട്ട് ഓൾറെഡി ഈസ് ഇവിടെ ഉണ്ട്. അപ്പൊ ആ ഈസ് നമുക്ക് എഴുതാം. ഇനി നോക്കിയേ, ഇവിടെ നോട്ടില്ല, അതായത് സ്റ്റേറ്റ്മെന്റിൽ നോട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യന്റെ കൂടെ നോട്ട് ചേർക്കാം. ഇനി ഇവിടെ ഹി ആണ്. നേരത്തെ ടുഡേ ആയതുകൊണ്ടാണ് നമ്മൾ ഇറ്റ് ചേർത്തത്. ഇവിടെ ഹി ആയതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതാം. ഹി ഈസ് ബ്രേവ്. isn't he? അവൻ ധൈര്യശാലിയാണ്, അല്ലേ? ഹി ഈസ് ബ്രേവ്. isn't he? ഇനി നമ്മള് ഒരാളുടെ കഴിവിനെ കുറിച്ച് പറയാം. ശാലിനിക്ക് നീന്താൻ കഴിയും. ശാലിനിക്ക് നീന്താൻ കഴിയും. അപ്പൊ നമുക്ക് അറിയാം ശാലിനിക്ക് നീന്താൻ കഴിയുമെന്നുള്ളത്. അത് ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ ചോദിക്കാണ്, ശാലിനിക്ക് നീന്താൻ കഴിയും, കഴിയില്ലേ അല്ലെങ്കിൽ ഇല്ലേ? ശാലിനി ക്യാൻ സ്വിം. ശാലിനി ക്യാൻ സ്വിം. ഇവിടെ ഈസ് അല്ല, ക്യാൻ ആണ്. എന്താണോ സ്റ്റേറ്റ്മെന്റിൽ ഉള്ളത് അത് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. നോക്കിയേ, ക്യാൻ. ഇനി നോട്ട് ചേർക്കാം. കാണ്ട്.
ഇവിടെ ശാലിനി എന്ന തന്നിരിക്കുന്നത് പേരുകള് വ്യക്തികളുടെയോ വസ്തുക്കളുടെയോ പേരുകളാണെങ്കിൽ അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ഉണ്ട്. പഠിച്ചിട്ടില്ലേ? പ്രൊനൗൺസ്. ആ വേർഡ്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ശാലിനിക്ക് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് ഷീ എന്നാണ്. ശാലിനി ക്യാൻ സ്വിം. കാട്ട് ഷീ. അവൾക്ക് നീന്താൻ കഴിയും. കഴിയില്ലേ? അടുത്ത സെന്റൻസ് നോക്കാം. ആ പുസ്തകം നല്ലതായിരുന്നു അല്ലേ? ആ പുസ്തകം നല്ലതായിരുന്നു. അപ്പൊ നല്ലതായിരുന്നു എന്ന് സ്ട്രെസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ആഡ് ചെയ്യാണ്. അല്ലേ? ആ പുസ്തകം നല്ലതായിരുന്നു അല്ലേ? The book was good. The book was good. Was ഉണ്ട്. അപ്പൊ നമുക്ക് was. ഇനി നോട്ട് ചേർക്കണം. wasn't. ബുക്ക് എന്നതിന് പകരം നമുക്ക് ഇറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ലൈഫ്ലെസ് ആയിട്ടുള്ള ഒബ്ജക്ട്സ്, അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇറ്റ് ആണ്. wasn't it. The book was good. wasn't it. ഇനി ഞാൻ ചോദിക്കാം, സൂര്യ ഇതുവരെ വന്നില്ലല്ലോ. സൂര്യ ഇതുവരെ വന്നില്ലല്ലോ അല്ലേ? സൂര്യ hasn't come yet. ഇതുവരെ. സൂര്യ hasn't come yet. നോക്കിയേ, ഇവിടെ നോട്ട് ചേർത്താണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹാസ് മാത്രം എഴുതിയാൽ മതി. ഇനി സൂര്യ എന്നതിന് നമുക്ക് ഷീ എഴുതാം. സൂര്യ hasn't come yet, has she. ഇനി ഈ സെന്റൻസ് ശ്രദ്ധിച്ചേ. ഉത്തരം നിനക്ക് അറിയാം അല്ലേ? ഉത്തരം നിനക്ക് അറിയാം. എങ്ങനെ എഴുതാം? യു നോ ദ ആൻസർ. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ സെന്റൻസുകളില് ഈസോ ഹാസോ ക്യാനോ ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ സെന്റൻസില് അത്തരത്തിലുള്ള യാതൊരു വേർഡും തന്നെ ഇല്ല. അപ്പോ ഇങ്ങനെയുള്ള സെന്റൻസുകളില് നമ്മളൊരു ഹെൽപ്പിംഗ് വേർബിനെ കണ്ടെത്തണം. നമ്മൾ ഡു ഡസ് ഡിഡ് പറഞ്ഞ സമയത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള പോയിന്റ് ആണ്. നോ എന്ന മെയിൻ വേർബിന്റെ അർത്ഥം ഡു പ്ലസ് നോ എന്നാണ്. ഇപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഒരു ഹെൽപ്പിംഗ് വേർബ് കിട്ടി. ഇനി ഇതിന്റെ കൂടെ നോട്ട് ചേർക്കാവുന്നതേ ഉള്ളൂ. അപ്പോ യു നോ ദ ആൻസർ, ഡോണ്ട് യു തന്നെ. ഉത്തരം നിനക്ക് അറിയാം അല്ലേ? യു നോ ദ ആൻസർ, ഡോണ്ട് യു. മുൻപേ പറഞ്ഞതുപോലെ തന്നെയുള്ള സെന്റൻസ് ആണ്. യു എന്നതിന് പകരം ഷീ ആക്കി. അപ്പൊ നോ എന്നത് നോസ് എന്നാക്കി. നോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡസ് പ്ലസ് നോയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ചോദിക്കാം? ഷീ നോസ് ദ ആൻസർ, ഡസന്റ് ഷീ. ഉത്തരം അവൾക്ക് അറിയാം അല്ലേ? അവൾക്കറിയാമല്ലേ? ഡസന്റ് ഷീ. ഇത് പാസ്റ്റ് ടെൻസിലാണ്. ന്യൂ അല്ലേ? ഉത്തരം അവർക്ക് അറിയാമായിരുന്നു. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടി ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിഡ് പ്ലസ് നോയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? They knew the answer, didn't they. They knew the answer, didn't they. ഒന്ന് രണ്ട് എക്സാമ്പിൾ കൂടി നോക്കാം അല്ലെ? അവൾ മനോഹരമായി പാടുന്നുണ്ട്. അവൾ മനോഹരമായി പാടുന്നുണ്ടല്ലേ? She sings beautifully. She sings beautifully. അവൾ മനോഹരമായി പാടുന്നുണ്ടല്ലേ? ആ അല്ലേ എന്ന വേർഡ് നമുക്ക് ചേർക്കണ്ടേ? അപ്പോ സിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡസ് പ്ലസ് സിങ്. ഡസ് കിട്ടിയാല് നോട്ട് ചേർക്കാം. ഇവിടെ നോട്ട് എന്ന വേർഡ് ഇല്ലല്ലോ. അപ്പൊ ആൻസർ വരുന്നത് ഡസന്റ് ഷീ. ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി. ഡസന്റ് ഷീ അങ്ങനെ തന്നെയല്ലേ? അവർ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുമല്ലേ? അവർ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കും. സംസാരിക്കും എന്ന കാര്യം സ്ട്രെസ് ചെയ്യാനായിട്ട് ചോദിക്കുകയാണ്. അങ്ങനെ തന്നെയല്ലേ? They speak English well. They speak English well. അപ്പൊ ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാം. സ്പീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡു പ്ലസ്
സ്പീക്ക്. നോട്ട് ചേർത്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് പറയാം they speak English well, don't they. വളരെ ഈസിയാണ്. ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് കാര്യം പറയുമ്പോഴും അറ്റാച്ച് ചെയ്യുന്നതാണ്. ആ കാര്യം അങ്ങനെ തന്നെ അല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. ഒരു സെന്റൻസ് കൂടി നോക്കാം. he passed the exam. അവൻ എക്സാം പാസ് ആയിട്ടുണ്ട്. he passed the exam. ഇനി ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി ചോദിക്കാം, അങ്ങനെ തന്നെ അല്ലേ, പാസ് ആയിട്ടില്ലേ? അപ്പോ പാസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിഡ് പ്ലസ് പാസ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ ആക്കാനായിട്ട് ഡിഡ് നോട്ട്, ഡിഡിന്റ് ഹി അല്ലേ, ഡിഡിന്റ് ഹി. ഹി പാസ്ഡ് ദ എക്സാം, ഡിഡിന്റ് ഹി. സംസാരിക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ യൂസ് ചെയ്യുന്ന ചെറിയ ചോദ്യങ്ങളെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇത്തരത്തിലുള്ള ചെറിയ ക്വസ്റ്റ്യൻസിനെ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് വിളിക്കാം. ഇംഗ്ലീഷിൽ ഇതിന്റെ പേര് ക്വസ്റ്റ്യൻ ടാഗ് എന്നാണ്. എല്ലാവരും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ അറ്റാച്ച് ചെയ്യാറുണ്ടോ എന്ന് അറിയില്ല. എന്നാൽ ചിലർ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞ കാര്യം അങ്ങനെ തന്നെയല്ലേ എന്ന് ഉറപ്പിക്കാനായിട്ട് ഇത്തരത്തിലുള്ള ചെറിയ ചോദ്യങ്ങൾ ആഡ് ചെയ്യാറുണ്ട്. വളരെ ഈസിയാണ്. 1-2 പോയിന്റ് മാത്രം ഓർത്തിരിക്കാനുള്ളൂ. ഒരു ഹെൽപ്പിംഗ് വേർബ് വേണം. ഹെൽപ്പിംഗ് വേർബിന്റെ കൂടെ നോട്ട് ചേർക്കണം. ഇനി സെന്റൻസിൽ ഓൾറെഡി നോട്ട് ഉണ്ടെങ്കിൽ നോട്ട് ഇല്ലാതെ ക്വസ്റ്റ്യൻ എഴുതാം. ആ സെന്റൻസിലുള്ള മറ്റു വേർഡ്സ് ഒന്നും തന്നെ നമുക്ക് ആവശ്യമില്ല. സബ്ജക്റ്റും ഹെൽപ്പിംഗ് വേർബും മാത്രം. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.